മച്ചാന്മാരെല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹോളിയാണ്. അപ്പോൾ ഹോളി ആഘോഷങ്ങൾക്കുള്ള പരിപാടിയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ മച്ചാന്മാരെ, എന്നത്തെയും പോലെ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ ഹോളി ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോൾ മച്ചാന്മാരെ, ഹോളി ആഘോഷങ്ങൾ ആരംഭിക്കുകയായി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മെയിനേ ഒരു എക്സ്പെരിമെൻ്റ് ആണ് വരുന്നത്. സംഭവം സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്, പക്ഷേ ഫൺ എക്സ്പെരിമെൻ്റ് ആണ്, കളർഫുൾ ആക്കണം നമുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെൻറ്റിലെ മെയിൻ ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഐസ് ആണ്. ഈ കാണുന്ന പാക്കറ്റുകൾ മൊത്തം ഡ്രൈ ഐസ് ആണ്. ഈ കാണുന്ന ഡ്രൈ ഐസുകളൊക്കെ എന്താണെന്ന് അറിയാം, നമ്മളിങ്ങനെ മണ്ണിൽ വെച്ചിരിക്കുന്നത്. ഈ നമ്മൾ നേരെ പുല്ലിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് കരിഞ്ഞു പോകും. കാരണം നമ്മുടെ ഡ്രൈ ഐസിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഡ്രൈ ഐസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -7.5 ആണ്. അതായത് 0 ഡിഗ്രിയിൽ വെള്ളം ഐസാവും. അതിലും ഭയങ്കര താഴെയാണ്. അപ്പോൾ നമ്മൾ നേരെ എടുത്ത് പുല്ലിലേക്ക് വെച്ചാൽ പുല്ലൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത മെയിൻ ആളെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഈ പെട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയോ? സംഭവം ഞാൻ കാട്ടിത്തരാം. പെട്ടി തുറക്കാണ്. സംഭവം നമ്മൾ ഭയങ്കര സർപ്രൈസിനുള്ളതൊന്നുമില്ല. നമ്മളിത് ഈ കാണുന്ന പെട്ടികൾ നിറയെ നമ്മുടെ കളർ സ്മോക്കാണ്. അതും പല വർണ്ണങ്ങളിലുള്ളത്. ഒരെണ്ണത്തിൽ തന്നെ 5 കളർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരുപാട് പെട്ടികളുണ്ട്. ഈ കാണുന്ന പെട്ടികൾ നിറയെ കളർ സ്മോക്കാണ്. അപ്പോൾ ഡ്രൈ ഐസും കളർ സ്മോക്കും വെച്ചിട്ടുള്ളൊരു വെറൈറ്റി കോംബോ ആണ്. അതായത് ഈ കാണുന്ന ഏരിയ മൊത്തം നമ്മൾ മൊത്തത്തിൽ കളർ കൊണ്ട് നിറയ്ക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ് ഇട്ടാ. അപ്പോൾ എക്സ്പെരിമെന്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് എത്രയേ ഉള്ളൂ. നമ്മളെ ഡ്രൈ ഐസ് നമുക്കറിയാം, സാധാ ഇരിക്കുമ്പോൾ ഐസ് പോലെ ഇരിക്കും. പക്ഷേ ഇത്തിരി ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇവ മൊത്തത്തിൽ പുക കൊണ്ട് ഈ ഏരിയ മൊത്തം നിറയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ കാണുന്ന നമ്മളുടെ ചെമ്പാണ്. ഇത്രയും വലിയ ചെമ്പിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെമ്പിൽ നമ്മൾ വെള്ളം ഒഴിക്കും. വെള്ളത്തിലേക്കാണ് ഡ്രൈ ഐസ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടാക്കാനുള്ള സെറ്റപ്പ് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന വലിയ സ്റ്റൗ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഗ്യാസ് കണക്ട് ചെയ്ത് നമ്മൾ ചെമ്പ് കയറ്റി ചെമ്പിൽ വെള്ളം നിറച്ച് വെള്ളം ചൂടാക്കലാണ് ആദ്യത്തെ പണി. അപ്പോൾ ഇതേ ചെമ്പ് കയറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലോകം മൊത്തം പുക നിറയ്ക്കാനുള്ള ചെമ്പാണ് ഇതിൻ്റെ മുകളിൽ നമ്മളിതേ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഇതേ അടുത്ത പരിപാടി നമ്മുടെ ചെമ്പിൽ വെള്ളം നിറയ്ക്കില്ല. മോനെ മോട്ടർ അടിച്ചോടാ. അപ്പോൾ ഇത്രയും വലിയ ചെമ്പ് നമ്മൾ എടുക്കാൻ കാരണം എന്താണെന്ന് അറിയോ? നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വലിയ ചെമ്പ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ല രീതിക്ക് ചൂടായി നല്ല സർഫസ് ഏരിയ കിട്ടാനായിട്ട് ഇത്രയും വലിയ ചെമ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്പ് നിറയെ വെള്ളം എടുക്കണം. നിറച്ചല്ല, ഒരു ഭാഗത്തോളം വെള്ളം നമുക്ക് വേണം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഡ്രൈ ഐസ് ഇട്ട് മൊത്തം പുകമഞ്ഞാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഹോളി അല്ലേ, ആ പുകമഞ്ഞിനെ നമുക്ക് കളറാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു കളർ സ്മോക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളം ചൂടാക്കി സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള പരിപാടി നോക്കാം. മോനെ ഓഫ് ചെയ്തോടാ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി ഇവനെ ചൂടാക്കി എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ചെമ്പിൽ വെള്ളം വെച്ചത് ചൂടാക്കാൻ തീ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ കളറാക്കാനുള്ള കളർ സ്മോക്കുകൾ പൊട്ടിച്ച് നമുക്ക് പുറത്തെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന കളർ സ്മോക്കിൻ്റെ ഉള്ളിലേ 5 കളറുണ്ട് കേട്ടോ. ഒരു പെട്ടിയുടെ ഉള്ളിൽ തന്നെ. എത്രത്തോളം വർക്ക് ചെയ്യുന്നു നമുക്ക് അറിഞ്ഞൂടാ. ചിലതൊക്കെ പണി തരാറുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നീല, ചുമപ്പ്, എന്ത് കളറാ, മഞ്ഞ, പച്ച, പിന്നെ ഒരു വയലറ്റ്, അങ്ങനെ 5 കളറാണ് ഒരു പെട്ടിയിൽ വരുന്നത്. ഈ കാണുന്ന എല്ലാത്തിലും ഏകദേശം ഒരേ കളറുകൾ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം. ഇത്ര അധികമൊന്നും ചിലപ്പോൾ ഇതിൽ ഇടാൻ പറ്റിയിരിക്കില്ല കേട്ടോ. എന്നാലും നമുക്ക് മാക്സിമം ഇട്ട് കളറാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം ആദ്യം തന്നെ തുറന്ന് വയ്ക്കാം നമുക്ക്. അങ്ങനെ അവസാനത്തെ പെട്ടി വെച്ച് കഴിയുമ്പോൾ ഏകദേശം 8 പെട്ടി നിറയെ കളർ സ്മോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇവിടെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ തളകൾ വന്നു തുടങ്ങി. പക്ഷേ നമുക്ക് നല്ല രീതിക്ക് ചൂടായാലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡ്രൈ ഐസ് കൂട്ടിനൊന്ന് റെഡി ആക്കി വെക്കാം അപ്പോഴേക്കും. അപ്പോൾ നമ്മുടെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഡ്രൈ ഐസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഫ്രോസ് ആയി പോവും. അല്ല, ഫ്രോസൺ ആയി പോവും. അതെ, തുറന്നപ്പോൾ തന്നെ അണ്ണൻ ചെറുതായിട്ട് പുകയായി തുടങ്ങിയത്. നമ്മൾ ഇന്നലെ വാങ്ങിച്ചാണ്ട് ശരിക്കും ഇത്രയും വലിയ ക്യൂബുകളായിട്ടാണ് വരാം. പക്ഷെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച കാരണം കുറച്ചൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ നിരത്തി വെക്കാം കേട്ടോ. നല്ലതാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ തുറന്നിടുമ്പോൾ ഈ ഏരിയ മൊത്തം തണുത്തു. ഇതേപോലത്തെ ബ്ലോക്കുകളാണ് ശരിക്കും വരാം. ഇതിൽ നല്ല വലിപ്പം ഉണ്ടാവും. പക്ഷെ ഇത് നമ്മളിങ്ങനെ എടുത്ത് വാങ്ങി വെക്കുമ്പോൾ പിന്നെ പതിയെ അലിഞ്ഞു പോവേ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ഡ്രൈ ഐസ് ഒക്കെ മൊത്തത്തിൽ
നമ്മൾ ഇവിടേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ച വെള്ളം ചൂടായി. അപ്പൊ ഇനി കാത്തിരിപ്പിന് വിരാമം, നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള നേരായിക്കാണ്. അപ്പൊ മച്ചന്മാരെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ഇനി ഡ്രൈ ഐസ് എടുത്ത് ചൂടുവെള്ളത്തിൽ ഇടാൻ പോവാണ്. റെഡി 1 2 3 ഗോ. ചട്ടപ്പാട് ഇടാൻ പോകുന്നു ഇനി. ഓ മഞ്ഞാക്കാൻ പോവാണ് നമ്മളിവിടെ മൊത്തം. പൊന്തി വരൂട്ട മഞ്ഞപ്പാ. നമ്മുടെ മഞ്ഞിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൊടുക്കണോട്ടെ ഇവിടെ മൊത്തത്തിൽ മഞ്ഞാവാനായിട്ട്. ഇതേ മഞ്ഞ് പുറത്തേക്ക് ചാടി തുടങ്ങി മച്ചാന്മാരെ. അപ്പൊ മച്ചാന്മാരെ ഇതേ നമ്മുടെ പറമ്പ് മൊത്തം മഞ്ഞാക്കാനുള്ള ഡ്രൈ ഐസ് ഇതേ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതേ അടുത്ത പരിപാടി കളറാക്കാനുള്ള പരിപാടി നോക്കിയാലോ. അപ്പൊ അതെ ഒരു മെഷ് കൂടി നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയാണേ. ദേടാ അടിപൊളി, ഇത് ശരിക്കും മഞ്ഞായിട്ട് അവിടെ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവിടെ മൊത്തം മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട്. കണ്ട പുല്ലുകളൊന്നും കാണാനില്ല. ഇവിടെ അത്യാവശ്യം മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കാറ്റ് വരുന്നുണ്ട്, എന്നാൽ അടിപൊളിയായിട്ട് ഇവിടെ മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അപ്പൊ ഇനി നമുക്ക് മഞ്ഞിലൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഓ പുല്ലിൽ നിങ്ങളെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞി കിടക്കാം. അടിപൊളി സംഭവം മച്ചന്മാരെ, വേറെ മൂഡാവട്ടെ. ഇത് അത്യാവശ്യം മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. പറമ്പിൽ അത്യാവശ്യം മഞ്ഞിന്റെ ആ ഒരു ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. പ്രവീണേ ഇനി നമ്മള് കളർ ഇട്ട് കൊടുത്താലോ? കളറിന്റെ പരിപാടി നോക്കാം ബാ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മള് കളർ ഇടാൻ പോവാണ്. കളർ വാവ്, കണ്ട മഞ്ഞിനെയൊക്കെ നമുക്ക് ഇങ്ങനെ പൊക്കി പൊക്കി ഇടാം. ശരിക്കും ഇതിന്റെ ഉള്ളിലാണ്ടാ മഞ്ഞിങ്ങനെ കീറി കിടക്കണേ. അടിപൊളി. ഇനി നമ്മളിത് കളർ ഇടാൻ പോവാണ്. മോനെ കത്തിച്ചോടാ. ഓക്കെ, അപ്പൊ നമ്മള് നീലേന്നാണ് തുടങ്ങാൻ പോകുന്നേ. അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കളർ ആഡ് ചെയ്യാൻ പോവാണ്. നീലിട്ടു. ദേടാ നീലേടാ, നീലപ്പൊക്കെ. അടുത്തത് ചൊമ്പ്. നീലപ്പൊക വന്ന് ചൊമ്പിട്ട് പച്ചിട്ട് പല കളറ് പുക. എന്റെ മോനെ പൊള്ളി. ദേടാ മഴവില്ലഴകിൽ പുക വരുന്നു മോനെ. ആ പോരട്ടെ, ഓരോന്ന് പോരട്ടെ. മഞ്ഞ വന്ന് കളറ് പുകയുടെ അഭിഷേകമാണ് മക്കളെ, കളറ് പുകയുടെ അഭിഷേകം. പോട്ടെ പോട്ടെ, അടുത്ത പോരട്ടെ. മഞ്ഞ നീല. നേടോ കളറ് വരുമ്പോ നോക്കിയേ. ഡ്രൈ ഐസ് ഒക്കെ വേറെ പൂട്. മോനെ പോളി. അയ്യോ ശരിക്കും ഇത് കത്തിച്ചിടുമ്പോൾ ഇമ്പാക്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, നമ്മള് ഇതേ ഒരെണ്ണം കത്തിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കഴിയുമ്പോൾ നോക്കിക്കോട്ടാ. ഇനി കളറ് പറഞ്ഞ എങ്ങനെയാ നോക്കിക്കോ. കണ്ട ഒരു ബോംബ് പൊട്ടിയ പോലെ കണ്ട, പെട്ടെന്ന് നീല കളറായി മാറിയത്. മുഖം മൊത്തത്തിൽ നീല. അമ്പോ കണ്ട, ഇത്ര നേരം വെള്ളപ്പൊക്കെ ഒഴുകിയത് പെട്ടെന്ന് നീലപ്പുകയായി ഒഴുകാണ്. അടുത്ത കളർ ഇട്ട് കൊടുക്കാം. ഓ ഇത് ഏതായിരിക്കും പ്രവി? പിങ്ക്. പിങ്ക് നോക്കാട്ടാ നോക്കാട്ടാ. പ്രവീൺ പറയുന്നത് പിങ്ക് ആണ്. നേരെ പൊട്ടി വന്നടാ. ചുമപ്പ ഏതാ അത്? ചൊമ്പ. ചൊമ്പയുടെ അപ്പുറത്ത് നമുക്ക് പച്ചിട്ട് കൊടുക്കും. ഇതിന്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ പച്ചിട്ട് കൊടുക്കാം കേട്ടാ. നോക്കിക്കോ, ചൊമ്പായിരുന്നത് പെട്ടെന്ന് ഇനി
പച്ചയായി മാറി മോനെ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ നട്ടുച്ച വെയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോളിയുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. നമുക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ ഡ്രൈ ഐസിൽ ഇതുപോലെ കളർ സ്മോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് അറിയണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഹോളിയുടെ ആ ഒരു പേരും പറഞ്ഞ് നമ്മൾ സത്യത്തിൽ പറഞ്ഞ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്താ പറയുക, വേണ്ടത്ര പ്രിക്കോഷൻ ഇല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും തന്നെ അനുകരിക്കരുത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ അനുകരിക്കാനേ നിൽക്കരുത്. അപ്പോൾ മച്ചാന്മാരെ എന്തായാലും നമ്മുടെ ഹോളിയുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പറ്റിനി ഒരു വീഡിയോ വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.